എന്തിനാ ഞാനിപ്പോ ബാലയിട്ട് സ്വീകരിച്ചതെന്ന് പലർക്കും അറിയത്തില്ല. ഒറ്റ കാര്യമുള്ളൂ, ഞാൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ പാർട്ടി മെമ്പർ ആയതുകൊണ്ടല്ല, ഇടതുപക്ഷ മുന്നണിയുടെ അംഗമായതുകൊണ്ടുമല്ല, UDF-നോടോ കോൺഗ്രസിനോടോ വിരോധം കൊണ്ടുമല്ല. ഒറ്റ കാര്യമാണ്, കഴിഞ്ഞ 20 വർഷം MLA എന്ന നിലയിൽ റോഷി ഇവിടെ പ്രവർത്തിച്ചതിൽ അദ്ദേഹം കാണിച്ച നിലവാരവും നിലപാടുകളും, വികസന രംഗത്തെ താല്പര്യം. 2, 20 വർഷം MLA ആയിരുന്നു, 5 വർഷം മന്ത്രിയായിരുന്നു. സർവകാല റെക്കോർഡ് ഇടുക്കി ജില്ലയിൽ ഉണ്ടാക്കുന്നതിനും ഈ ഭൂപ്രശ്നങ്ങൾ ഇത്ര ഭംഗിയായി പര്യവസാനിപ്പിക്കുന്നതിനും നിലപാടെടുക്കുന്നതിനും റോഷിക്ക് കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയണം. അതിനനുകൂലമായി നിലപാടെടുക്കണമെന്ന് പറയാൻ ഒറ്റ കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. ഞാൻ റോഷിക്കെതിരെ കഴിഞ്ഞ വർഷങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് നിന്നപ്പോഴല്ലാത്ത മുഴുവൻ കാര്യങ്ങളിലും പ്രതികൂലമായി പ്രവർത്തിച്ചിട്ടുള്ളയാളാണ്. ഈ റോഡ് ടാർ ചെയ്തത് റോഷി UDF-ൽ നിന്നുകൊണ്ട് MLA ആയിരുന്ന സമയത്ത് മുണ്ടക്കാട്ടി ദിവസം പറഞ്ഞു, സാറേ ഈ റോഡൊന്ന് ടാർ ചെയ്ത ഉപകാരമായിരുന്നു, ഇവിടെ മനുഷ്യർ നടക്കത്തില്ല. ഈ മുസ്ലിം പള്ളി വരെ റോഷി അഗസ്റ്റ് MLA-യുടെ ഫണ്ട് കൊണ്ട് ടാർ ചെയ്ത ഈ റോഡ് ഹോമിയോ സാറിന്റെ അവിടെ കെട്ടുകെട്ടി ആ റോഡ് ഗതാഗത യോഗ്യമാക്കിയിരിക്കുന്നത് ഞാൻ റോഷിയോട് പറഞ്ഞ് കേരള കോൺഗ്രസ്സുകാരനായതുകൊണ്ടോ UDF-കാരനായതുകൊണ്ടോ അല്ല, അന്ന് ഞാൻ LDF-ൽ നിന്നപ്പോൾ ആവശ്യപ്പെട്ടു, റോഷി ആ ഫണ്ട് തന്നു. ഈ താഴെ പെരിയാറുവാലിയിൽ ഗതാഗതം മുടങ്ങിക്കിടന്ന അവിടെ 25 ലക്ഷം രൂപ മുടക്കി കല്ലിങ്കപ്പടി പാലം ഞാൻ റോഷിയെ വിളിച്ചുകൊണ്ട് കാണിച്ചു കൊടുത്തു. ഇവിടെ പാലം പണിതിട്ട് ഈ MLA എന്ന നിലയിൽ അടുത്തൊരു പദ്ധതി ഇവിടെ നടപ്പാക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം 25 ലക്ഷം രൂപ തന്നു. തുറവയ്ക്കപ്പടി പാലം പണിയണമെന്ന് പറഞ്ഞു, പാലം പണിത് പോയി 25 ലക്ഷം രൂപ കൊടുത്തു. ഈ വാർഡിൽ പാലം പണിത് വെച്ചു. ഞാൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും കഴിഞ്ഞ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിന്നപ്പോൾ ചെയ്ത റോഷിക്ക് രാഷ്ട്രീയ നിരീക്ഷണത്തിന് അതീതമായി, രാഷ്ട്രീയത്തിന് അതീതമായി ഈ പ്രദേശത്തെ ജനങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറയാനാണ് ഞാൻ മാനിയിട്ട് സ്വീകരിച്ചത്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഉണ്ടായിട്ടോ പാർട്ടി സ്ഥാനമുണ്ടായിട്ടോ ഇടതുപക്ഷ മുന്നണിയുടെ അംഗമായതുകൊണ്ടോ അല്ല, നിഷ്പക്ഷ നിലപാടുകളായ നിരപരാധികൾ, നിഷ്പക്ഷമതികൾ, ഈ നാട്ടിലെ കൃഷിക്കാര് റോഷിയെ ജയിപ്പിക്കണമെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ